കേന്ദ്രമന്ത്രിപദം രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാൻ മുഖ്യമന്ത്രിയായി തിരിച്ചുവരുമോ? തള്ളിക്കളയാവുന്ന ചോദ്യമല്ലിത്. ഗത്യന്തരമില്ലാതെയായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്താക്കിയത്. രക്ഷിച്ചു കൂടെ നിർത്താൻ അവസാന നിമിഷം വരെ പരമാവധി ശ്രമിച്ചു. കാരണം മോദിയുടെ വലങ്കയും BJPയുടെ ആശയ രൂപീകരണ ഫാക്ടറിയായ RSSന് ഏറെ പ്രിയപ്പെട്ടവനുമായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. അതുകൊണ്ടാണ് രാജ്യാവശ്യത്തിൽ ഉറച്ച സമരം ശക്തമായപ്പോൾ ആദ്യം കുറിപ്പിലൂടെയും അതേൽക്കാതെ വന്നപ്പോൾ അർദ്ധരാത്രിയിൽ തനിക്ക് വശമില്ലാത്ത സെൽഫി വീഡിയോയിലൂടെയും സോഷ്യൽ മീഡിയയിൽ പ്രതികരണവുമായി മോദി എത്തിയത്. ഒരു ഘട്ടത്തിൽ വകുപ്പ് മാറ്റി പ്രധാനെ കൂടെ നിർത്താനുള്ള ആലോചനകൾ വന്നു. RSSും അവസാന നിമിഷം വരെ ആഞ്ഞുപിടിച്ചു. 5 RSS നേതാക്കൾ വ്യാഴാഴ്ച മോദിയുമായി വിശദമായ ചർച്ച നടത്തിയിരുന്നു. തിങ്കളാഴ്ച വരെ കാക്കാനായിരുന്നു തീരുമാനം. പക്ഷേ വിദ്യാർത്ഥി സമരം രാജ്യത്തെ ഇളക്കിമറിച്ച് കൊടുമ്പിരിക്കൊണ്ടതോടെ രാജിയല്ലാതെ മറ്റു വഴിയില്ലാതെയായി. രാജിവെച്ച് പുറത്തുപോയ പ്രധാനെ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ ഉൾപ്പെടെ വാഴ്ത്തിപ്പാടുന്നതാണ് കണ്ടത്. പ്രധാൻ പാർട്ടിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടവനാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ. രാജിവെച്ചൊഴിഞ്ഞ ധർമ്മേന്ദ്ര പ്രധാനെ പാർട്ടി പൂർണ്ണമായും കൈയൊഴിയുമോ? ഇനിയൊരു തിരിച്ചുവരവ് പ്രധാൻ ഉണ്ടാകുമോ എന്നീ ചോദ്യങ്ങൾ ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ഇതിന് കേന്ദ്രമന്ത്രി പദത്തിൽ നിന്ന് പുറത്തേക്ക് പോയ പ്രധാൻ പകരം മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുമോ എന്ന മറുചോദ്യമാണ് മറുപടിയായി കേൾക്കുന്നത്. അതിന് സാധ്യത കാണുന്നവരുണ്ട്. ഒഡീഷയിൽ നിന്നുള്ള BJPയുടെ നമ്പർ 1 നേതാവാണ് പ്രധാൻ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് പ്രധാനായിരുന്നു. 24 വർഷത്തെ BJD ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് സംസ്ഥാനത്ത് ആദ്യമായി BJP ഭരണം പിടിച്ചത്. അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ട ആദ്യ പേരായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. എന്നാൽ അവസാനം നാടകീയമായി മോഹൻ ചരൺ മാജിക്ക് നറുക്കു വീഴുകയായിരുന്നു. പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമായിരുന്നു മാജിക്ക് തുണയായത്. ഇപ്പോൾ പ്രധാൻ രാജിവെച്ചതോടെ സമാധാനം പോയിരിക്കുന്നത് ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിക്കാണ്. കാരണം പ്രധാൻ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ്. ഇതിനോടകം നിരവധി വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന മാജിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം ഇനി കൂടുതൽ കരുത്താർജിക്കും. നിലവിലെ BJP MLA-മാരിൽ ഭൂരിഭാഗവും ധർമ്മേന്ദ്ര പ്രധാന്റെ വിശ്വസ്തരാണ് എന്നതും ശ്രദ്ധേയമാണ്. പ്രധാനെ വീണ്ടും ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് കൊണ്ടുവരണമെന്ന് BJP ആഗ്രഹിച്ചാൽ ഏറ്റവും സാധ്യതയുള്ളത് ഒഡീഷ മുഖ്യമന്ത്രി പദമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ ഒരു ക്രമക്കേട് ആരോപണത്തിന്റെ പേരിൽ കേന്ദ്രമന്ത്രി പദം വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ചോടേണ്ടി വന്ന ഒരാളെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ മോദിയും കൂട്ടരും തയ്യാറാകുമോ എന്നതും പ്രസക്തമാണ്. അതുതന്നെയാണ് നിലവിൽ വിവാദങ്ങൾ ഏറെ കേൾക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിക്ക് ആശ്വാസമായുള്ള ഘടകവും. ഇനി രണ്ടും കൽപ്പിച്ച് പ്രധാനെ ഒഡീഷ മുഖ്യമന്ത്രിയാക്കിയാൽ അതിനെതിരെ പ്രതിഷേധം ഉയരുമോ എന്നതും കണ്ടറിയണം. പാറ്റകൾ ഒഡീഷയിലും പറന്നെത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നതിൽ RSSന്റെയും BJP കേന്ദ്ര നേതൃത്വത്തിന്റെയും നിലപാടുകൾ നിർണായകമാകും.